നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വനിതാ ശിശു വികസന വകുപ്പ് 7ാമത് പോഷൻ പക്വട 2025 ഭാഗമായി ചെർപ്പ് ICDSന്റെ നേതൃത്വത്തിൽ പാർലം ശിവപുരം 59 നമ്പർ അങ്കണവാടിയിൽ പോഷകാഹാര പ്രദർശനവും പോഷകാഹാര ക്ലാസും സംഘടിപ്പിച്ചു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാത്തക്കളരി വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ഗാന്ധിയനുമായ കെ അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വനിതാ ശിശു വികസന വകുപ്പ് 7ാമത് പോഷൻ പക്വാട 2025 ഭാഗമായി ചെർപ്പ് ICDSന്റെ നേതൃത്വത്തിൽ പാർലം ശിവപുരം 59 നമ്പർ അങ്കണവാടിയിൽ പോഷകാഹാര പ്രദർശനവും പോഷകാഹാര ക്ലാസും സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു ഉദ്ഘാടനം ചെയ്തു. പോഷകാഹാരത്തിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്ന പല വിധത്തിലുള്ള പോഷക വസ്തുക്കളുടെ പ്രദർശനമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. പോഷകാഹാരത്തിന് ഏറ്റവും വലിയ ശുചിത്വം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ ഈ പോഷകാഹാരത്തിന്റെ ഗുണം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. പാലിന്റെ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നമുക്ക് അംഗനവാടി ടീച്ചർമാർക്കാണെങ്കിൽ തന്നെ നമ്മുടെ പാർലമെന്റ് പഞ്ചായത്തിൽ 23 അംഗനവാടികളാണുള്ളത്. ഈ അംഗനവാടി തലത്തിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തി നമ്മ അമ്മമാരിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കേണ്ട ശുചിത്വത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പോഷകാഹാരങ്ങളും നമുക്കറിയാം. നമ്മുടെ അംഗനവാടിയിൽ ലഭിക്കുന്ന നമ്മുടെ മക്കൾക്ക് മുട്ട, പാല്, അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള മൂല്യങ്ങളടങ്ങിയ പച്ചക്കറികള്, അതുപോലെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃത പ്രോഡക്ട്സ് നമ്മുടെ പാർലമെന്റ് പഞ്ചായത്തിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം. ICDS സൂപ്പർവൈസർ നിത ജോൺ, RBSK നഴ്സ് മാളവിക, NNM കോർഡിനേറ്റർ ഭാഗ്യരഥി KV, സ്കൂൾ കൗൺസിലർ വിജയസുധ KV, ബ്ലോക്ക് ജെൻഡർ റിസോഴ്സ് കൗൺസിലർ സുഷ്ടി TM, അംഗനവാടി പ്രവർത്തകർ, അമ്മമാർ എന്നിവർ പങ്കെടുത്തു. പോഷകാഹാര പ്രദർശനത്തിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ അമ്മമാർക്ക് സമ്മാനങ്ങളും നൽകി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാത്തക്കളരി വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ഗാന്ധിയനുമായ കെ അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതിലൊരു കല്ലും മണ്ണും ഇഷ്ടിക കൊണ്ട് ഒരു കെട്ടിടമുണ്ടാക്കി ആ സ്വപ്നത്തെ ഒരു സചേതനമായ ആക്റ്റീവായ അല്ലെങ്കിൽ ഒരു ചലിപ്പിക്കുന്ന ഒരു സാധനമായി മാറ്റുക എന്നുള്ളത്, ജൈവികമായി മാറ്റുക എന്നുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് അഡാപ്റ്റിലെ സണ്ണി അടക്കമുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു വസ്തുത. ഇതുപോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ എത്ര കാലം 5-8 കൊല്ലമായിട്ട് 5-8-10 കൊല്ലത്തിനടുത്തായിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കണം. ഓരോ ഘട്ടത്തിലും ഞാൻ ഇതിൻ്റെ വളർച്ചയ്ക്ക് അന്വേഷിക്കാറുണ്ട്. ഇത് കല്ലിടുന്ന സമയത്ത് തൊട്ട് ഇത് വേറെ ചെറിയ സ്ഥലത്താക്കി കല്ലിട്ട് കഴിഞ്ഞ കൊല്ലം പോലും ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ഇത് റെയിലിൽ കൂടെ ചരിത്രമാണ്. ഇനി യാതൊന്നിൻ്റെയും ആവശ്യമില്ല. ഇതിന് പോകാനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്തരമൊരു കാര്യം നേരിടുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളിലെ എല്ലാവരും
തലച്ചോറിൽ ഒരേ രീതിയിലുള്ള അനുരണനങ്ങളോ പ്രകമ്പനങ്ങളോ അല്ല നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ, ഒരു കാര്യത്തെ കാണുമ്പോൾ, ഒരു സംഭാഷണം കേൾക്കുമ്പോൾ, അതിൽ ആകാശം കാണുമ്പോൾ, നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടികളുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അഡാപ്റ്റ് സൊസൈറ്റി ഇത് നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി തന്നെയാണ് 56 കുട്ടികൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് 10 ദിവസം നീളുന്നത്. നമുക്ക് ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം, ചെയ്തവർക്കും അറിയാം. അത് മുന്നോട്ട് പോവുക, കൊണ്ടുപോവുക, അത് ഗുണകരമായ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അല്ലാതെ വെറുതെ ഈ കുട്ടികളെ ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നു. ഞാൻ ചങ്ങാത്ത കളരി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിരുന്നു. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് ഓരോ കാര്യത്തിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ, മണി ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കളർ ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ക്യാമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മുടെ സ്വയം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട് ഒക്കെ ഒതുങ്ങുമ്പോൾ അന്യൻ്റെ വേദന കാണാനും അതിന് തന്നാലാവുന്ന എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്ഥിതി തന്നെ വളരെ ശ്ലാഘനീയമാണ്. അതൊരു പ്രവർത്തനമാണ് ആക്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു മരം നട്ടു, അത് വളർന്നു വലുതാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ പതുക്കെയാണ്, അത്ര പതുക്കെയല്ലെങ്കിലും മരം പടർന്ന് പന്തലിക്കുന്നത് ഞാൻ കൺമുമ്പിൽ കാണുന്നുണ്ട്. അത് ഒരു വൻ വടവൃക്ഷമായിട്ട് ഒരുപാട് കിളികൾക്ക് അഭയം നൽകുന്ന പോലെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അഭയം നൽകട്ടെ. ഞാനൊക്കെ അതിൻ്റെ അടുത്ത് വന്ന് വല്ലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതും എത്രത്തോളം അർപ്പണം ആവശ്യമുള്ളതുമായ ഒരു പ്രവൃത്തിയിലാണ് ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സിനിമാ താരം സുനിൽ സുഗത, മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. 55-ൽ പരം കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വളണ്ടിയേഴ്സ് ഉൾപ്പെടെ 100-ൽ പരം വ്യക്തികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാന ശിശുക്ഷേമ സമിതി അംഗം അനിൽ പരക്കാട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് നേതൃത്വം നൽകും. ചടങ്ങിൽ അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, AM വക്കച്ചൻ, വർഗീസ് അക്കര, ജോയ് അരിമ്പൂർ, ചാക്കോ പോൾ ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SI സജീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ RK ബേബി, KA കരീം, ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PN ദേവി പ്രസാദ്, വാർഡ് മെമ്പർ PK സുകന്യ, മുഫ്തിക്കർ TS പ്രദീപ്, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പള്ളായി, സെക്രട്ടറി വത്സരാജ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലെ തീരദേശവാസികൾ അണിനിരന്നാണ് മനുഷ്യ ചങ്ങല തീർത്തത്. കിഡ്സ് ഫേവർ ബാലവേദി കുട്ടികൾ ഫ്ലാഷ് മോബ് മാണിക്യച്ചെമ്പഴുക്ക എന്ന ലഹരി വിരുദ്ധ നാടകവും അവതരിപ്പിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്, സിന്ധു സഹദേവൻ, K രാഗേഷ്, CP പോൾ, സുജാത മോഹൻദാസ്, കവി C രാവുണ്ണി, VK ഉണ്ണികൃഷ്ണൻ, KM ഗോപിദാസൻ, KK മുകുന്ദൻ, സെക്രട്ടറി റെനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സേവനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. 38 ലക്ഷം രൂപ ചെലവിലാണ് നിലവിലെ ഓഫീസ് നവീകരിച്ചത്. പൂർണ്ണമായും ശീതീകരിച്ച കെട്ടിടം ആധുനിക രീതിയിലാണ് ഫർണിച്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കരുവന്തല ഗണപതി എന്ന ആന ചെരിഞ്ഞു. വയർ സംബന്ധമായ അസുഖവും വിറയലും മൂലം ചികിത്സയിലായിരുന്നു ഗണപതി.
ഈ കഴിഞ്ഞ വിഷുവിന് ഉത്സവങ്ങളിൽ പങ്കെടുത്ത ആനയായിരുന്നു കരുവന്തല ഗണപതി. കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണിവേല ആഘോഷത്തിലെ എഴുന്നള്ളിപ്പിന് നിറസാന്നിധ്യമായിരുന്നു ഗണപതി. 2012 ഒറ്റപ്പാലത്ത് നിന്നാണ് ആനയെ കൊണ്ടുവരുന്നത്. ആന ചെരിഞ്ഞ വിവരം അറിയിച്ചതിനെ തുടർന്ന് സോഷ്യൽ ഫോറസ്റ്റ് തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. വിജി പി വർഗീസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു. ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയയാണ് മരിച്ചത്. ശനിയാഴ്ച വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ പോയതാണ് ഒലിവിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലിവിയയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ഒലിവിയയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലിവിയയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയും അവശയായതുകൊണ്ട് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിലിടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ വരുന്നത് കണ്ട് ബസ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപിൽ പോയ മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരായ അമ്മയെയും മകളെയും 108 ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ സ്വദേശി പെല്ലിശ്ശേരിൽ വീട്ടിൽ ജോളി, മകൾ എബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പെരിഞ്ഞനം വെസ്റ്റ് വിശ്വപ്രകാശ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും വിഷു ഈദ് ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ഇല്ലാത്തതിനേക്കാൾ കുറച്ച് വൈകിട്ടായാലും ഉണ്ടായാൽ കൊള്ളാം. അന്നത്തെ കളിയും അന്നത്തെ ഡ്രാമയും അന്നത്തെ ഇതെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള വലിയൊരു കൂട്ടം ഇവിടെ കാണാനുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന്. നിങ്ങൾ TV കാണുന്നവരാണ്, നിങ്ങൾ വാർത്തകൾ കാണുന്നവരാണ്, നിങ്ങളുടെ മൊബൈലുകളിലെ ഓൺലൈൻ ചാനലുകളിൽ വാർത്തകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് ARML പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു തിക്കുന്നിരക്കിലൊക്കെ പെട്ടുപോയി. ആ കുഞ്ഞിന് ഫുള്ളായിട്ട് പാടാൻ പറ്റിയില്ല. ആ കുഞ്ഞിനെ കൊണ്ട് മുഴുവൻ പാടിക്കണം ഇനി. അത് കഴിഞ്ഞ് പ്രോഗ്രാംസിന് തയ്യാറായി നിൽക്കുന്നു. ഇവിടെ ഒരു ഡോക്ടർ സൂപ്പറായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഇതെല്ലാമാണ് ജീവിതമെന്നും ഇതിലൂടെ വേണം, ഇങ്ങനെ കടന്നുപോയി വേണം ജീവിക്കാനെന്നും, ഇതല്ലാത്ത മറ്റൊരു ലോകം, നമ്മൾ കണ്ട ലോകം നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നും വിശ്വസിക്കണം. ഏകദേശം 1.5 മാസം മുമ്പാണ് നമ്മൾ സ്വതന്ത്ര അധികാരമുള്ള ഒരു രജിസ്ട്രേഷൻ കരസ്ഥമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 42 ദിവസത്തിനുള്ളിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യുവാനും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടുവാനുമുള്ള ഒരു അവസരമുണ്ടായത് നമ്മളിൽ പലരുടെയും കഠിനമായ പ്രയത്നം കൊണ്ടാണ്. അസോസിയേഷൻ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേക്കോട്ട് അധ്യക്ഷനായി. വാർഡ് മെമ്പർ ജയന്തി മനോജ്, രക്ഷാധികാരി TG സജിത്, സെക്രട്ടറി സുശീലൻ തറയിൽ, ട്രഷറർ KS ബാബുമോൻ, കോർഡിനേറ്റർ CK ഗോപി, ദിനകരൻ സദാനന്ദൻ, വലിയ പറമ്പിൽ, അനു, ബാലു പുന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വനിതാ ശിശു വികസന വകുപ്പ് 7ാമത് പോഷൻ പക്വട 2025 ഭാഗമായി ചെർപ്പ് ICDSന്റെ നേതൃത്വത്തിൽ പാർലം ശിവപുരം 59 നമ്പർ അങ്കണവാടിയിൽ പോഷകാഹാര പ്രദർശനവും പോഷകാഹാര ക്ലാസും സംഘടിപ്പിച്ചു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാത്ത കളറി വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ഗാന്ധിയനുമായ K. അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.